വെള്ളാപ്പള്ളി കൂടെയുണ്ട്. മറ്റേ നായരുണ്ടല്ലോ, ഏത് നായർ? ആ നക്കി നായർ, കട്ടപ്പ നായർ. കട്ടപ്പ നായരുടെ കാര്യം പിന്നെ പറയാനില്ല. കട്ടപ്പ നായർ ഇങ്ങനെ ചെരുപ്പ് നക്കിക്കൊണ്ടിരിക്കുകയാണ്. നക്കി കട്ടപ്പ നായരുടെ നാവ് എപ്പം തേയുന്നു നമ്മൾ നോക്കിയാൽ മതി. ചെരുപ്പ് ഏതായാലും വൃത്തിയാകാൻ പോകുന്നില്ല, പക്ഷെ കട്ടപ്പ നായരുടെ നാവ് എപ്പം തേഞ്ഞ് പണി തീരുന്നു നമ്മൾ നോക്കിയാൽ മതി. അപ്പൊ കട്ടപ്പ നായർ നക്കട്ടെ, നക്കി, കാരണം നക്കി നായർ നക്കി തീരട്ടെ. ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന കെജ്രിവാളിനെ ഒരു മദ്യ അഴിമതി കേസിൽ എത്ര ദിവസമാണ് തടങ്കലിലിട്ടത്? അല്ലെ, എത്ര ദിവസമാണ് തടങ്കലിലിട്ടത്? ഡൽഹി കൈപ്പിടിയിലായിരുന്ന കെജ്രിവാളിൽ നിന്നും ഡൽഹി പിടിച്ചു വാങ്ങി. കെജ്രിവാളിനെ ഒരു ദുർബലമായ മദ്യ അഴിമതി കേസിൽ ജയിലിനകത്ത് ഇടാമെങ്കിൽ പിണറായിയുടെ കുടുംബത്തെയും ഈ മാസങ്ങളല്ല വർഷങ്ങൾ ജയിലിലിടാവുന്ന തെളിവുകൾ കേന്ദ്ര സർക്കാരിന്റെ കയ്യിലുണ്ട്. സ്വപ്ന കൊടുത്ത എത്ര 164 സ്റ്റേറ്റ്മെന്റ് ഉണ്ടെന്ന് അറിയോ? എത്ര UAE സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട എത്ര സംഭവങ്ങൾ എല്ലാം ശിവശങ്കറിൽ ഒതുങ്ങിയായിരുന്നല്ലോ. ഇവരിപ്പം പരിഹസിക്കുന്നുണ്ടല്ലോ, മറ്റേ ഖുറാനിലെ സ്വർണ്ണക്കടത്ത് എവിടെ പോയി, മറ്റേ ബിരിയാണി ചെമ്പിലെ സ്വർണ്ണക്കടത്ത് എവിടെ പോയി എന്നൊക്കെ പറഞ്ഞ് CPM നേതാക്കന്മാര് അപ്പം ഗോവിന്ദനൊക്കെ ഇങ്ങനെ പരിഹസിച്ച് ചിരിക്കാറുണ്ടല്ലോ. ഗോവിന്ദ, ഇതൊക്കെ BJP സർക്കാരിന്റെ ഔദാര്യമാണ് കേട്ടോ. വെറും ഔദാര്യമല്ല, എല്ലാം കൊടുക്കൽ വാങ്ങലുകളാണ്. ആ ഡീലിന്റെ ഏറ്റവും പുതിയ ഡീലാണ്. കേരളത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ 2026 BJP 15 സീറ്റുകൾ വളരെ എളുപ്പത്തിൽ CPM-ന്റെ സഹായത്തോടെ BJP നേടാൻ പോകുകയാണ്. 15 സീറ്റുകളാണ് BJP ഉറപ്പിച്ചത് എന്നാണ് ഡൽഹിയിൽ നിന്നും, കേരളത്തിലെ കാര്യമല്ല കേട്ടോ പറയുന്നത്, ഡൽഹിയിലെ ചില BJP സുഹൃത്തുക്കളിൽ നിന്ന്, BJPയുടെ ഉന്നത കേന്ദ്രങ്ങളുമായി അടുത്തു ബന്ധമുള്ള BJPയുടെ കേന്ദ്രങ്ങളിൽ നിന്ന് അറിയാൻ സാധിച്ചത് 8 അല്ല 15 സീറ്റുകൾ. 15 സീറ്റുകളാണ് BJP ഉറപ്പിച്ചത്. BJP എങ്ങനെയാണ് ഉറപ്പിച്ചത്? പിണറായി വിജയന്റെ കൂടി ഒരു സഹായത്താൽ, അങ്ങനെ തന്നെ പറയട്ടെ, പിണറായി വിജയന്റെ കൂടി സഹായത്താൽ ആണ് 15 സീറ്റുകൾ BJP ഉറപ്പിച്ചത്. ഏറ്റവും പ്രധാനം തിരുവനന്തപുരത്താണ്, പിന്നെ തൃശ്ശൂരാണ്, പിന്നെ ആലപ്പുഴയാണ്, പിന്നെ കൊല്ലത്താണ്. മലബാറിലും 1-2 ജില്ലകളിൽ BJP കണ്ടുവച്ചിട്ടുണ്ട്. ഈ ഒരു ഡീലുണ്ടല്ലോ, ഇത് സാധാരണ ഈ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ പരസ്പരം ആരോപിക്കുന്ന കാര്യങ്ങളാണ്. BJPയും CPM-ഉം തമ്മിലുള്ള ഡീലിനെ കുറിച്ച്. അതേസമയത്ത് തന്നെ CPM-കാർ പറയുമ്പോൾ BJPയും കോൺഗ്രസ്സുകാരും തമ്മിലാണ് ഡീൽ എന്ന് പറയുന്നു. ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഒരുപാട് വരുന്നുണ്ട് കേട്ടോ. പക്ഷെ യഥാർത്ഥത്തിൽ ഇതൊന്നുമല്ല. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വളരെ തിരക്കിട്ട് അമിത്ഷായെ കണ്ടു. അമിത്ഷാ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിയെ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കാണുക എന്നത് വളരെ അത്ഭുതകരമായ ഒരു സന്ദർശനമൊന്നുമില്ല. പക്ഷെ ഇതിന്റെ ഏറ്റവും രാഷ്ട്രീയപരമായ പ്രാധാന്യം എന്ന് പറയുന്നത്, അമിത്ഷാ സാധാരണ ഈ മുഖ്യമന്ത്രിമാരെ കാണുന്നത് അദ്ദേഹത്തിന്റെ ഓഫീസിൽ വെച്ചിട്ടാണ് കേട്ടോ. അത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ പോലും അമിത്ഷാ കാണാറുള്ളത് തീർത്തും ഔദ്യോഗികമായ മീറ്റിംഗ് അദ്ദേഹത്തിന്റെ ഓഫീസിൽ വെച്ചിട്ടായിരിക്കും. പക്ഷേ പിണറായി വിജയനുമായി അമിത്ഷാ വളരെ ദീർഘമായി സംസാരിച്ചത് ഓഫീസിൽ വെച്ചായിരുന്നില്ല, അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു, അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ വെച്ചിട്ടായിരുന്നു. ഇവിടെയാണ് നമ്മൾ ഒരു ഗൂഢാലോചന ഞാൻ ഇൻവെർട്ടർ കോമയിലാണ് പറയുന്നത്. ഗൂഢാലോചന അല്ല, ഇതൊരു തന്ത്രമാണ്. ഒരു തന്ത്രം അവർ മെനയുന്നത് അവിടെ വെച്ചിട്ടാണ് അത്രേ. കാരണം മുഖ്യമന്ത്രി പിണറായിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ദയാദാക്ഷിണ്യങ്ങൾ BJPയിൽ നിന്ന് ആവശ്യമുണ്ട്. നമുക്കറിയാലോ, എപ്പോഴാണെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പിണറായി കാണുമ്പോൾ എന്തൊരു ഭവ്യതയാണ് ആ മുഖത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ശ്രീകോവിലിന് മുന്നിൽ ഭക്തന്മാർ കൈകൂപ്പി നിൽക്കുന്ന പോലെ അതിനേക്കാൾ അപ്പുറം ഭക്തിസാന്ദ്രമായി ആണ് നരേന്ദ്രമോദിക്ക് മുമ്പിൽ പിണറായി നിൽക്കാറുള്ളത്. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. വിമാനത്താവളങ്ങളിലൊക്കെ യാത്ര അയക്കുമ്പോഴും സ്വീകരിക്കുമ്പോഴും ഒക്കെയുള്ള പിണറായിയുടെ ശരീരഭാഷ നമ്മൾ TV-യിൽ ഒരുപാട് കണ്ടതാണല്ലോ. കടക്ക് പുറത്ത് അമ്മാതിരി ഡയലോഗൊന്നും വേണ്ട എന്നൊക്കെ പറയുന്ന പരനാറി നികൃഷ്ടജീവി എടോ ഗോപാലകൃഷ്ണ എന്നൊക്കെ പറയുന്ന മുഖ്യമന്ത്രി നരേന്ദ്രമോദിയെ കാണുമ്പോൾ ചില മീറ്റിങ്ങുകളിലോ അല്ലെങ്കിൽ ചില പൊതുപരിപാടികളിലോ ഒക്കെ വളരെ ചെറിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ നടത്താറുണ്ട് എന്നുള്ളത് ശരി തന്നെ. പക്ഷേ നരേന്ദ്രമോദിയെ നേരിട്ട് കാണുമ്പോൾ പിണറായി വിറയ്ക്കും. പിണറായി തമ്പ്ര രക്ഷിക്കണേ തമ്പ്ര എന്നൊക്കെ പറഞ്ഞ് കാല് പിടിക്കുന്ന നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ.
പിടിച്ചിട്ടുണ്ടാവാം. അങ്ങനെ ഒരു പിണറായി ഉണ്ട്. കാരണം ലാവ്ലിൻ കേസ് നീട്ടിവെച്ചത് അറിയാലോ. കേരളം കണ്ട ഏറ്റവും വലിയ കൊള്ള, കേരളം കണ്ട ഏറ്റവും വലിയ കൊള്ളയായിരുന്നു ലാവ്ലിൻ അഴിമതി കേസ് അല്ലേ. കോടികൾ അടിച്ചു മാറ്റിയ മുഖ്യ പ്രതിസ്ഥാനത്ത് വരേണ്ടിയിരുന്നത് പിണറായി വിജയനായിരുന്നു. എങ്കിലും അദ്ദേഹം പ്രതിയാണ് കേട്ടോ. ആ കേസ് ഇപ്പോഴും 40 തവണ ഒന്ന് നോക്കണം. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു കേസ് 40 തവണ മാറ്റിവെച്ചത് നമ്മൾ വളരെ ലാഘവത്തിലാണ്, തമാശ രൂപത്തിലാണ് ഇപ്പൊ എല്ലാവരും ചർച്ച ചെയ്യുന്നത്. ലാവ്ലിൻ എവിടെ എത്തിയില്ല, അതൊരു 40 തവണ മാറ്റിവെച്ചു. ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന കെജ്രിവാളിനെ ഒരു മദ്യ അഴിമതി കേസിൽ എത്ര ദിവസമാണ് തടങ്കലിലിട്ടത് അല്ലേ? എത്ര ദിവസമാണ് തടങ്കലിലിട്ടത്? ഡൽഹി കൈപ്പിടിയിലായിരുന്ന കെജ്രിവാളിൽ നിന്നും ഡൽഹി പിടിച്ചു വാങ്ങി. കെജ്രിവാളിനെ ഒരു ദുർബലമായ മദ്യ അഴിമതി കേസിൽ ജയിലിനകത്ത് ഇടാമെങ്കിൽ പിണറായിയുടെ കുടുംബത്തെയും ഈ മാസങ്ങളല്ല വർഷങ്ങൾ ജയിലിലിടാവുന്ന തെളിവുകൾ കേന്ദ്ര സർക്കാരിന്റെ കയ്യിലുണ്ട്. ലാവ്ലിൻ കേസ് ഇനിയും നീണ്ടുപോകും. മറ്റേ മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണിനെതിരെ ED അയച്ച സമൻസ് മനോരമ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത്, ഇന്ന് എല്ലാ പത്രങ്ങളും അത് ഏറ്റുപിടിച്ചത്. ഒന്നും സംഭവിക്കില്ല. എന്ത് സംഭവിക്കാൻ? ഒരു മണ്ണാങ്കട്ടയും സംഭവിക്കില്ല. എല്ലാം പറഞ്ഞ് ഡീലാക്കി, എല്ലാം പറഞ്ഞ് നമ്മുടെ കൊച്ചിൻ ഹനീഫയുടെ ഭാഷയിൽ പറഞ്ഞാൽ എല്ലാം പറഞ്ഞ് കോംപ്ലിമെന്റ്സ് ആക്കി കഴിഞ്ഞു. അപ്പോൾ കാത്തിരുന്നോളൂ. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP നേടാൻ പോകുന്നത് 15 സീറ്റുകളൊന്നും ആയിരിക്കില്ല. 15 സീറ്റിന്റെ കാര്യം ഞാൻ പറഞ്ഞത് CPM-ഉമായി ഉണ്ടാക്കിയ ധാരണയുടെ അടിസ്ഥാനത്തിൽ 15 സീറ്റാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. ഏത്, എവിടെ, എങ്ങനെ, എല്ലാം എന്നുള്ളതിനെ കുറിച്ച് കാരണഭൂതവും അമിത്ഷായും തമ്മിൽ ഒരു ധാരണയുണ്ടാക്കി കഴിഞ്ഞു. ഇവിടെയാണ് കോൺഗ്രസുകാർ എന്ത് ചെയ്യണമെന്നറിയാതെ പരിഭ്രാന്തരായി നിൽക്കുന്നത്. നിങ്ങൾ നോക്കണം. ഇത്രയും അനുകൂലമായ സാഹചര്യം, അതായത് സ്വർണ്ണക്കൊള്ള ഒരു ഭാഗത്ത്, കോൺഗ്രസിന്റെ കരുത്തനായ യുവ നേതാവ് ഷാഫി പറമ്പിലിന്റെ തലയടിച്ചു പൊട്ടിക്കുന്നു, മൂക്കടിച്ചു പൊട്ടിക്കുന്നു. എത്ര സുവർണ അവസരങ്ങൾ കോൺഗ്രസ്. ഏതായാലും ഈ ഷാഫി പറമ്പിലിന്റെ ഒരു കാര്യം ഉണ്ടായപ്പോ ഏതായാലും അവര് ഒരു ഒത്തൊരുമിച്ചുകൊണ്ട്, ഷാഫി പറമ്പിന്റെ ഒരു കാര്യമായതുകൊണ്ട് കോൺഗ്രസ് ദുർബലമാണെങ്കിൽ കൂടി ഒത്തൊരുമിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധ പ്രകടനങ്ങൾ നമ്മൾ കണ്ടു. പക്ഷെ ഇതൊക്കെ എത്ര കാലം, എത്ര സമയം. അപ്പോഴാണ് ഇന്ന് കേരള കൗമുദിയിൽ ഒന്നാം പുറത്ത് പിണറായി തന്നെ അടുത്ത മുഖ്യമന്ത്രി വെള്ളാപ്പള്ളി, കണ്ടില്ലേ? പിണറായി തന്നെ അടുത്ത മുഖ്യമന്ത്രി വെള്ളാപ്പള്ളി നടേശൻ, SNDP യോഗത്തിന്റെ കരുത്തനായ സാരഥി വെള്ളാപ്പള്ളി നടേശൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതിൽ പരം പിണറായിക്കിന് ഇതിനേക്കാൾ കൂടുതൽ ഒരു സന്തോഷത്തിന് കാര്യമുണ്ട്. കാരണം മകന്റെ സമൻസ് സംബന്ധിച്ചുള്ള ഒരു കുരുക്കിങ്ങനെ മുറുകുന്നു, അങ്ങേപ്പുറത്തേക്ക് ഈ സ്വർണ്ണക്കൊള്ളയുടെ ഒരു സംഭവം വേറെ മുറുകുന്നു. അപ്പോഴാണ് നമ്മുടെ വെള്ളാപ്പള്ളി പറയുന്നത്, പിണറായി സഖാവേ ധൈര്യമായിട്ട് നിന്നോ, അടുത്ത തവണ ആരെന്നെയാണ്? നിങ്ങൾ തന്നെയാണ്, പിണറായി തന്നെ അടുത്ത മുഖ്യമന്ത്രി. വിജയൻ എന്നാൽ ജയിക്കാൻ ജനിച്ചവൻ അർത്ഥം എന്ന് പറയുന്നു. വിജയൻ എന്ന് പറഞ്ഞാൽ വിജയൻ ജയിക്കാനായി ജനിച്ചവൻ എന്നാണ്. ആരുടെ സർട്ടിഫിക്കറ്റ് എന്ന് പറയോ? ഈ വെള്ളാപ്പള്ളിക്ക് ഒരുപാട് സർട്ടിഫിക്കറ്റ് വിജയൻ കൊടുത്തിരുന്നു. വിജയൻ മാത്രമല്ല, വിജയന്റെ ശിങ്കിടികളും വാസവനും മറ്റേ അപ്പം ഗോവിന്ദനും എല്ലാവരും വെള്ളാപ്പള്ളി നടേശന് ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ കൊടുത്തു. ഇയാള് നാരായണഗുരുവിന്റെ അവതാരമാണ് എന്ന് പറഞ്ഞിട്ടില്ല മാത്രമേ ഉള്ളൂ. ഇത് ഒരു അഭിനവ ശ്രീനാരായണ ഗുരു ആണ് എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ വെള്ളാപ്പള്ളി എന്ന് പറഞ്ഞാൽ അതിന്റെ അങ്ങേപ്പുറത്തേക്കൊന്നും ഇല്ല എന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ CPM നേതാക്കൾ പറയുന്നത് നമ്മൾ കേട്ടു അല്ലേ? അപ്പം CPM-നെ സംബന്ധിച്ചിടത്തോളം CPM എന്തൊക്കെ ആരോപണങ്ങൾ വന്നു കഴിഞ്ഞാലും CPM വളരെ വളരെ കോൺഫിഡന്റിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. കാരണം എന്താണ്? ഇപ്പോഴും SNDP കൂടെയുണ്ട്, വെള്ളാപ്പള്ളി കൂടെയുണ്ട്. മറ്റേ നായരുണ്ടല്ലേ, ഏത് നായർ? ആ നക്കി നായർ, കട്ടപ്പ നായരുടെ കാര്യം പിന്നെ പറയാനില്ല. കട്ടപ്പ നായർ ഇങ്ങനെ ചെരുപ്പ് നക്കിക്കൊണ്ടിരിക്കുകയാണ്. നക്കി കട്ടപ്പ നായരുടെ നാവ് എപ്പം തേയുന്നു നമ്മൾ നോക്കിയാൽ മതി. ചെരുപ്പ് ഏതായാലും വൃത്തിയാകാൻ പോകുന്നില്ല, പക്ഷെ കട്ടപ്പ നായരുടെ നാവ് എപ്പം തേഞ്ഞ് പണി തീരുന്നു നമ്മൾ നോക്കിയാൽ മതി. അപ്പൊ കട്ടപ്പ നായർ നക്കട്ടെ, നക്കി കാരണം നക്കി നായർ നക്കി തീരട്ടെ.
അപ്പം വെള്ളാപ്പള്ളി പറയുന്നത് എന്താണെന്നറിയോ? അതായത് ഇടത് സർക്കാർ മൂന്നാമതും അധികാരത്തിൽ വരുമെന്നും പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയാകുമെന്നും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഈ ശാഖാ യോഗങ്ങളുടെ ഒരു നേതൃസമ്മേളനത്തിന് വിവിധ ശാഖാ യോഗങ്ങളുടെ ഒരു സമ്മേളനത്തിലാണ് പറയുന്നത് കേട്ടോ. അതായത് ഇത്തരത്തിലുള്ള ഒരു ശാഖാ നേതൃസംഗമം കഴക്കൂട്ടം അൽസാജ് കൺവെൻഷൻ സെന്ററിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത് തന്റെ സമുദായ അംഗങ്ങളോടാണ് പറയുന്നത്. അതാണ് ഏറ്റവും പ്രധാനം. ഈ ഒരു പ്രസ്താവനയുടെ ഏറ്റവും പ്രധാനം പത്ര റിപ്പോർട്ടർമാരോട് പറയുകയല്ല കേട്ടോ. അതായത് വെള്ളാപ്പള്ളി പറയുന്നത് ശാഖാ നേതൃയോഗത്തിലാണ് പറയുന്നത്, സമുദായ അംഗങ്ങളോടാണ് പറയുന്നത്. സമുദായ അംഗങ്ങളെ അടുത്ത തവണ ആരാണ് വരുന്നത്? പിണറായി തന്നെയാണ് മൂന്നാം തവണയും വരുന്നത് എന്ന് പറയുമ്പോൾ ആ സദസ്സിൽ SNDP യോഗത്തിന്റെ വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി ഉണ്ട് കേട്ടോ. NDAയുടെ BJPയുടെ എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞ അമിത്ഷായുടെ സ്വന്തം തുഷാർ വെള്ളാപ്പള്ളി ഇരിക്കുന്ന ആ ഒരു സമ്മേളനത്തിലാണ് നമ്മുടെ ജനറൽ സെക്രട്ടറി ഇത് പറയുന്നത്. അച്ഛനും മകനും തമ്മിലുള്ള ഒരു അന്തർധാരയൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വേണം കേട്ടോ. മാത്രമല്ല ഇക്കഴിഞ്ഞ യോഗനാഥം വാരികയിൽ വെള്ളാപ്പള്ളി ഇതുപോലെയല്ല സംസാരിച്ചത്. യോഗനാഥം വാരികയുടെ എഡിറ്റോറിയൽ വെള്ളാപ്പള്ളി വളരെ കൃത്യമായി തനിക്ക് BJP പക്ഷത്തോടുള്ള ഒരു കൂറ്, എന്തൊക്കെയായാലും BJP പക്ഷത്തോടുള്ള തന്റെ ഒരു കൂറ് ആ യോഗനാഥം വാരികയുടെ മുഖപ്രസംഗത്തിൽ എഡിറ്റോറിയൽ വെള്ളാപ്പള്ളി വ്യക്തമാക്കുന്നുണ്ട് കേട്ടോ. കാരണം ഈ ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട് ഈ ദേവസ്വം ബോർഡുകൾ, അതായത് ഹൈന്ദവ വിഭാഗം കാലങ്ങളായി ആവശ്യപ്പെടുന്ന, അതായത് ഈ ദേവസ്വം ബോർഡുകൾ വേണ്ട, വിശ്വാസികൾക്ക് തരട്ടെ, എന്തിന് ഞങ്ങളുടെ അമ്പലങ്ങൾ സർക്കാർ കൈയടക്കി വെച്ചിരിക്കുന്നു? മുസ്ലിം ദേവാലയങ്ങൾ കൈയടക്കിയിട്ടില്ലല്ലോ, ക്രിസ്ത്യൻ ദേവാലയങ്ങൾ കൈയടക്കിയിട്ടില്ലല്ലോ, പിന്നെ എന്തിന് ഹിന്ദുക്കളുടെ ദേവാലയങ്ങൾ ഇങ്ങനെ കൈയടക്കുന്നു, എന്തിനിങ്ങനെ കൊള്ള നടത്തുന്നു എന്ന് ഹൈന്ദവ സമുദായം ചോദിക്കുമ്പോൾ അതേ ശബ്ദത്തിൽ വെള്ളാപ്പള്ളി ചോദിക്കുന്നുണ്ട്. ഈ ദേവസ്വം ബോർഡുകൾ മുഴുവൻ കൈയിട്ട് വാരുകയാണ്. ദേവസ്വം ബോർഡുകളുടെ പ്രവർത്തനം ശരിയല്ല, ദേവസ്വം ബോർഡുകൾ എന്ന ഈ പരിപാടി തന്നെ മാറ്റണം എന്ന അർത്ഥത്തിലാണ് വെള്ളാപ്പള്ളി യോഗനാഥത്തിൽ എഡിറ്റോറിയൽ എഴുതിയത് കേട്ടോ. അപ്പൊ വെള്ളാപ്പള്ളി യഥാർത്ഥത്തിൽ രണ്ടു തോണിയിൽ കാലിട്ട് നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ വെള്ളാപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം BJPയുടെ ഒരു സോഫ്റ്റ് കോർണർ നിലനിൽക്കുന്നുണ്ട്. അതേ അവസരത്തിൽ തന്നെ പിണറായി വിജയനെ തള്ളിപ്പറയാൻ അത് പിന്നെ സ്വാഭാവികമാണല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. എത്രയാണ് കേസുകൾ, മൈക്രോ ഫിനാൻസ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഒരുപാട് കേസുകളുണ്ട്. എപ്പോ ഒന്ന് വെള്ളാപ്പള്ളി നടേശൻ തിരിഞ്ഞു എന്ന് പറഞ്ഞാൽ ഉടനെത്തും വെള്ളാപ്പള്ളിയുടെ സ്ഥാപനങ്ങളിൽ വിജയന്റെ അന്വേഷക സംഘം. അറിയാലോ, മാത്യു കുഴൽനാടനെയൊക്കെ ഏത് തരത്തിലാണ്, അല്ലെങ്കിൽ PV അൻവറിനൊക്കെ ഏത് തരത്തിലാണ് പിണറായി സർക്കാരിന്റെ സംവിധാനങ്ങൾ വേട്ടയാടിയത് എന്ന് നമുക്ക് മുന്നിലുണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ കൂടെ നിന്നില്ലെങ്കിൽ വിവരമറിയുമെന്ന് പിണറായി വിജയൻ താക്കീത് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ വെള്ളാപ്പള്ളിക്ക് മറ്റു രക്ഷയൊന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, വെള്ളാപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം വെള്ളാപ്പള്ളി ശാഖാ അംഗങ്ങൾക്ക് കൃത്യമായ സൂചന നൽകുന്നുണ്ട്. മൂന്നാം തവണയും അധികാരത്തിൽ വരുന്ന ആര് തന്നെയാണ്? പിണറായി വിജയൻ തന്നെയാണ്. അതേസമയത്ത് BJPയുടെ ഒരു സോഫ്റ്റ് കോർണറും പ്രദർശിപ്പിക്കുന്നു. ഇവിടെയാണ് അടുത്ത 2026 തിരഞ്ഞെടുപ്പിന്റെ ഒരു എന്താ പറയാ, എന്താണ് ആ പൊതു തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിന്റെ ഒരു ചിത്രം നമുക്ക് കിട്ടുന്നത്. അതായത് കോൺഗ്രസ് എന്നുള്ള പ്രസ്ഥാനം ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് പൂർണ്ണമായും മാറി നിൽക്കുകയാണ്, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു എൻട്രി ഇതിലേക്ക് വരുന്നില്ല. കാരണം കോൺഗ്രസ് ആ രീതിയിലാണ്. വെള്ളാപ്പള്ളി മറ്റൊന്നുണ്ട്, ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം. ഇതിൽ മുഴുവനും ഈ വീഡിയോ തന്നെ ഞാൻ പറയുന്നില്ല കേട്ടോ. ഇതിൽ വളരെ വ്യക്തമായി കോൺഗ്രസ് എന്തുകൊണ്ട് അധികാരത്തിൽ വരില്ല, കോൺഗ്രസ് എന്തുകൊണ്ട് അധികാരത്തിൽ വരരുത്. കാരണം കോൺഗ്രസിന്റെ കൂടെ നിൽക്കുന്ന മുസ്ലിം ലീഗ് ഒരു മതരാഷ്ട്രത്തിന് വേണ്ടിയിട്ട് മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന സംഘടനയാണ് മുസ്ലിം ലീഗ് എന്ന് വളരെ കൃത്യമായി ഈ യോഗത്തിലും വെള്ളാപ്പള്ളി പറയുന്നുണ്ട് കേട്ടോ. അപ്പോ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആ രീതിയിലുള്ള ഏറ്റവും ദുർബലമായ അവസ്ഥയിലേക്ക് കോൺഗ്രസ് ഇങ്ങനെ ചുരുങ്ങി വരുമ്പോൾ 2026 ഗോദയിൽ ഉണ്ടായിരിക്കുക പിണറായി വിജയനും രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ, എന്തിന് രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ അല്ലാതെ അമിത്ഷായുടെ നേതൃത്വത്തിലുള്ള BJPയും പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള CPM ആയിരിക്കും 2026 താരങ്ങൾ. എത്ര സീറ്റ് പിണറായി നേടും, എത്ര സീറ്റ് BJP നേടും? ഇതിനിടയിൽ ലീഗിന്റെ സഹായമുണ്ട്, അല്ലെങ്കിൽ ലീഗ് വിചാരിച്ചിട്ട് കിട്ടാവുന്ന ദുർബലമായ സീറ്റുകളിലേക്ക് UDF ഒതുങ്ങിപ്പോകും. എന്ന് പറഞ്ഞാൽ കണ്ടതൊന്നുമല്ല കളി, ഇനി കാണാനിരിക്കുന്നതാണ് കളി എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ മിക്കവാറും അമിത്ഷാ പറഞ്ഞ പോലെ 2026 BJP അധികാരം പിടിച്ചില്ലെങ്കിലും
അധികാരം പിടിച്ചില്ലെങ്കിലും അധികാരത്തിനടുത്ത് അല്ലെങ്കിൽ അധികാരം നിർണ്ണയിക്കുന്ന ഫാക്ടറായിട്ട് ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്ന ഒരു രീതിയിലേക്ക് BJP എത്തിച്ചേരും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിന്റെ ഡീലുകൾ ആരംഭിച്ചു കഴിഞ്ഞ് നേരത്തെ ആരംഭിച്ചതാണ്. ഇപ്പോൾ അത് ഒന്നുകൂടി അതിനെ കുറെ കൂടി ഒരു കരുത്തുണ്ടായിരിക്കുന്നു. ഇനിയും വരും നാളുകളിൽ, വരും ദിവസങ്ങളിൽ അറിയാലോ, ഇതാ ഈ സമൻസ് ഒക്കെ പൊന്തി വന്നത്, ഈ സമൻസ് ഒക്കെ മുഖ്യമന്ത്രിയുടെ മകന് എതിരെയുള്ള ഈ സമൻസ് ഒക്കെ പൊന്തി വന്നത് ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് പിണറായി വിജയന് മറ്റു മാർഗങ്ങളില്ല, വെള്ളാപ്പള്ളി നടേശന് മറ്റു മാർഗങ്ങളില്ല. എല്ലാവരും ഓരോ തരത്തിലുള്ള രക്ഷപ്പെടലിന് വേണ്ടി നിൽക്കുമ്പോഴാണ് കേരള രാഷ്ട്രീയം 2026 പുതിയൊരു അംഗത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.